തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംസ്ഥാനത്ത് അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. വീടുകളിലെത്തി വിവരങ്ങൾ ശേഖരിക്കുന്നത് ആദ്യമേ പൂർത്തിയാകുകയും പുറത്താക്കപ്പെട്ടവരുടെ പേര് വിവരങ്ങൾ AST ലിസ്റ്റ് വഴി പുറത്തുവിട്ടു. ഇപ്പോൾ കരട് വോട്ടർ ലിസ്റ്റ് പുറത്തുവിടുകയാണ്. 2025 ഡിസംബർ 23-ന് കരട് ലിസ്റ്റ് പുറത്തുവിടുമെന്ന് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. തീയതി നീട്ടിവെക്കുവാൻ രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെട്ടെങ്കിലും കമ്മീഷൻ അത് അംഗീകരിച്ചിരുന്നില്ല. ഇലക്ഷൻ കമ്മീഷൻ കേരളയുടെ വെബ്സൈറ്റിൽ നിന്ന് ഡ്രാഫ്റ്റ് ലിസ്റ്റ് തിരഞ്ഞെടുത്ത് നിങ്ങളുടെ ജില്ല, നിയമസഭാ നിയോജക മണ്ഡലം, തുടർന്ന് ബൂത്ത് എന്നിവ തിരഞ്ഞെടുത്തതിന് ശേഷം വരുന്ന ഡ്രാഫ്റ്റ് ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങളുടെ പേര് കാണുന്നില്ലെങ്കിൽ നിങ്ങളുടെ ബൂത്ത് ഉൾപ്പെടുന്ന ആ സ്ഥാപനത്തിന്റെ പേരിൽ വരുന്ന എല്ലാ ബൂത്തുകളുടെയും ഡ്രാഫ്റ്റ് ലിസ്റ്റും ഡൗൺലോഡ് ചെയ്ത് പരിശോധിക്കുക. എന്യൂമറേഷൻ ഫോറം പൂരിപ്പിച്ച് നൽകിയ ശേഷവും നിങ്ങളുടെ പേര് ഈ ഡ്രാഫ്റ്റ് ലിസ്റ്റിൽ ഇല്ലെങ്കിൽ അതിനുള്ള പരാതി EROയ്ക്ക് തദ്ദേശ തലത്തിൽ അല്ലെങ്കിൽ ജില്ലാ തലത്തിലുള്ള SIR ഹെൽപ്പ് ഡെസ്ക് വഴി നൽകുക. കരട് പട്ടികയിൽ ഉൾപ്പെട്ട ആളുകൾക്കെതിരെ എതിർപ്പുകൾ ഉന്നയിക്കാവുന്ന ഒരു സംവിധാനം കൂടിയുണ്ട്. അങ്ങനെ കരട് പട്ടികയിൽ ഉൾപ്പെട്ട ആരെയെങ്കിലും ഹിയറിംഗിന് ശേഷം ഒഴിവാക്കുകയാണെങ്കിൽ EROയുടെ ഉത്തരവ് തീയതി മുതൽ 15 ദിവസത്തിനകം ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർക്ക് 1ാം അപ്പീൽ നൽകണം. ഇതിലെ തീരുമാനം തൃപ്തികരം അല്ലെങ്കിൽ DEOയുടെ 1ാം അപ്പീൽ ഉത്തരവ് തീയതി മുതൽ 30 ദിവസത്തിനകം മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർക്ക് 2ാം അപ്പീൽ നൽകാം. ഫെബ്രുവരി 21-നാണ് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം നൽകണമെന്ന് രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെടുന്നത് ക്രിസ്മസ് അവധിക്ക് നാട്ടിലെത്തുന്നവർക്ക് കൂടി പ്രയോജനം ലഭിക്കുവാൻ വേണ്ടിയാണ്. നിലവിൽ പുറത്താക്കപ്പെട്ടവരുടെ പട്ടിക ആയ ASD ലിസ്റ്റിൽ പെർമനന്റ്ലി ഷിഫ്റ്റ് അല്ലെങ്കിൽ അൺട്രേസബിൾ എന്ന കാരണത്താൽ നിരവധി ആളുകൾ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. 24,08,000 പേരുകളാണ് നിലവിൽ ASD പട്ടികയിൽ ഉള്ളത്. ഈ ASD ലിസ്റ്റിൽ അൺട്രേസബിൾ ആയി, അതായത് കണ്ടെത്തുവാൻ കഴിയാത്തവരായി ഉള്ളത് 6,45,548 പേരാണ്. ഇവർക്ക് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുവാൻ പുതിയ വോട്ടറായി അപേക്ഷിക്കണം. ഇതിന് കൂടുതൽ സമയപരിധി നൽകണമെന്ന ആവശ്യവുമുണ്ട്. എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകുവാൻ കഴിയാത്തവർക്കും കരട് പട്ടികയിൽ അങ്ങനെ ഉൾപ്പെടുവാൻ കഴിയാതെ പോയവർക്കും ഇന്ന് ഡിസംബർ 23 മുതൽ ജനുവരി 22 വരെ അതിനുള്ള അപേക്ഷ നൽകാം. അതിനായി ഫോം 6 പൂരിപ്പിച്ച് നൽകുക. അപ്പോൾ തന്നെ പ്രവാസികളാണെങ്കിൽ പേര് ചേർക്കുവാനായി ഫോം 6A ആണ് പൂരിപ്പിച്ച് നൽകേണ്ടത്. ഓരോ നിർദ്ദേശത്തിനും പ്രത്യേക ഫോമുകളുണ്ട്. ഇന്ത്യയിൽ തന്നെ ജീവിക്കുന്നവർക്ക് പേര് ചേർക്കുവാനായി ഫോം 6 ഉപയോഗിക്കാം. മരണം അല്ലെങ്കിൽ സ്ഥലമാറ്റം അല്ലെങ്കിൽ ഇരട്ടിപ്പ് മൂലം പേര് നീക്കുവാനായി ഫോം 7 ആണ് ഉപയോഗിക്കേണ്ടത്. ഏതെങ്കിലും തിരുത്തലുകൾ വരുത്തുവാനോ നിങ്ങളുടെ വിലാസം മാറ്റുവാനോ ആയി ഫോം 8 ആണ് ഉപയോഗിക്കേണ്ടത്. പ്രവാസി വോട്ടർമാർക്ക് പേര് ചേർക്കുവാൻ ഫോം 6A എന്നിവയാണ് പൂരിപ്പിച്ച് നൽകേണ്ടത്. ഈ ഫോമുകൾ ഓൺലൈനായി ഡൗൺലോഡ് ചെയ്യാം. voters.eci.gov.in എന്ന വെബ്സൈറ്റിൽ നിന്ന് ഈ ഫോമുകൾ ഡൗൺലോഡ് ചെയ്യാം. ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാരാണ് അവകാശവാദങ്ങളും എതിർപ്പുകളും പരിശോധിച്ച് തീരുമാനമെടുക്കുക. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അവസാനം നടന്നത് 2002-ലായിരുന്നു. 2026-ൽ രാജ്യവ്യാപകമായി SIR നടപടി പൂർത്തീകരിക്കുവാനാണ് ഇലക്ഷൻ കമ്മീഷൻ ലക്ഷ്യം ഇടുന്നത്. മരിച്ചുപോയ വോട്ടർമാരുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുവാനും ഒന്നിലധികം ബൂത്തുകളിൽ ഒരേ ആളുടെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് എൻട്രികൾ ഉള്ളത് ഒഴിവാക്കുവാനും സ്ഥലം മാറിപ്പോയ വോട്ടർമാരുടെ വിവരങ്ങൾ പുതുക്കുവാനും പുതിയ വോട്ടർമാരെ പട്ടികയിൽ ഉൾപ്പെടുത്തുവാനുമാണ് SIR ലക്ഷ്യമിടുന്നത്. വോട്ടർ പട്ടിക കൃത്യവും കുറ്റമറ്റതുമാക്കുവാനും രാജ്യത്തെ അർഹരായ എല്ലാ പൗരന്മാർക്കും വോട്ടവകാശം ഉറപ്പാക്കുവാനും തിരഞ്ഞെടുപ്പ് പ്രക്രിയ കൂടുതൽ സുതാര്യവും നീതിയുക്തവുമാക്കുവാനും ഇതുവഴി സാധിക്കുമെന്ന് കരുതപ്പെടുന്നു. ഏതായാലും ഇപ്പോൾ തന്നെ നിങ്ങൾ ഉൾപ്പെടുന്ന ബൂത്തിലെ കരട് പട്ടിക ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ പേര് പട്ടികയിൽ വരുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. നിങ്ങളുടെ വിവരങ്ങളിൽ തെറ്റ് ഉണ്ടെങ്കിൽ അതിൽ മാറ്റം വരുത്തുവാനായി ഫോം 8 പൂരിപ്പിച്ച് നൽകുക. എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകിയ ശേഷവും പേര് ഉൾപ്പെടുന്നില്ലെങ്കിൽ EROയ്ക്ക് പരാതി നൽകുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.